പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര. പ്രാക്ടിക്കൽ മാർഷൽസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ എസ്റ്റിക്കിനെ കുറിച്ചുള്ള എൻ്റേതായ ചില നിഗമനങ്ങൾ, എൻ്റേതായ കാഴ്ചപ്പാടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വടിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് കുറച്ചേറെ ഗുണപ്പെടുന്ന, അങ്ങനെയുള്ള പ്രാക്ടീസുകളിൽ ഗുണപ്പെടുന്ന കുറച്ചേറെ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളുമായിരിക്കും യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായിട്ട് നടക്കുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ടൈറ്റായിട്ട് പിടിക്കുന്നു. നമ്മൾ പഠിച്ചു വെച്ചതനുസരിച്ച് വലിയ പൂട്ടുകൾ, വലിയ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ രക്ഷപ്പെടുന്ന കാണുമ്പോൾ വീഡിയോ കാണുന്നവർക്ക് തോന്നും ഇത് കൊള്ളാം എന്നുള്ളത്. പക്ഷേ അവിടെ നമ്മൾ ആ ഒരു ചെറിയ ഫിംഗർ, അയാളുടെ ഒപ്പോണൻറ്റിൻ്റെ ഫിംഗർ ഒന്ന് ഒടിച്ച് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ കാര്യമായിരിക്കും. പ്രാക്ടിക്കലായിട്ട് അതായിരിക്കും നടക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് ബഹളങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് മാത്രമാണ് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് ബഹളം വെച്ച് പൂട്ടുകൾ പൂട്ടി, അഴിക്കലുകൾ അഴിച്ച്, അതെല്ലാം അറിഞ്ഞിരിക്കണം. അറിവെന്നുള്ള രീതിയിൽ അറിയണം. പക്ഷെ പ്രാക്ടിക്കലി നമുക്ക് രക്ഷപ്പെടുന്നത് ഏറ്റവും സിമ്പിൾ. ഇപ്പോൾ ഒരു സേഫ്റ്റി പിൻ നമ്മുടെ കയ്യിലുണ്ട്. പിടിക്കുമ്പോൾ നേരെ കുത്തി രക്ഷപ്പെടുക എന്ന് പറഞ്ഞത് ഏറ്റവും സിമ്പിളായൊരു കാര്യമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. റോഡിൽ സ്റ്റേജ് ഡെമോൺസ്ട്രേഷൻ എന്ത് ചെയ്യുക, ഇതുപോലുള്ള ബഹളം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെയും പിടിച്ചു നിൽക്കാനും നല്ല പേരുണ്ടാക്കാനും സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ വടി ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ചില ടെക്നിക്കലായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇത് നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ഇതായിരിക്കും പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഉപയോഗത്തിൽ വരിക. എന്താണെന്നല്ലേ, നേരെ വീഡിയോയിലേക്ക്. ഇനി ഞങ്ങൾ ചെയ്യണ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുക. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്യാതെ പറയരുത്, ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് എതിരാളിയുടെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും, ഒഴിവ് എന്ന് പറയുന്ന കാര്യം, ഒഴിവ് അതാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. ഒഴിവെന്ന് പറയുന്ന കാര്യം കൃത്യമായി ചെയ്യാനും തട്ടെന്ന് പറയുന്നത് കിട്ടാനുള്ള സംവിധാനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇത് സാധാരണ ആരും അങ്ങനെ പ്രാക്ടീസ് കൊടുക്കാറില്ല. ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു സ്റ്റിക്ക് ഒരാൾ പിടിച്ച് നിൽക്കുന്നുണ്ടോ? സ്റ്റിക്ക് ഒരാൾ പിടിച്ചിങ്ങനെ, അപ്പോൾ എതിരാളി വടിയെടുത്തു, ഒരടിയെ വരുന്നെങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്യുക. കണ്ടോ, അങ്ങോട്ട് മൂവ് ചെയ്യുക. ഇനി അടുത്ത് നമ്മൾ പുറകോട്ട് വരുമ്പോൾ ആൾ കയറി വന്നു, അടുത്ത അടി നമ്മൾ വരുമ്പോൾ കണ്ടോ മൂവ്മെൻറ്റിൽ അങ്ങനെ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. വൺ സൈഡ് ഇങ്ങോട്ട് വന്നു, ഇതങ്ങ് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ എളുപ്പത്തിലോ. ഇനി ശ്രദ്ധിക്കുക, ഒരടി നമ്മൾ ഇത് ചെയ്യും, അടുത്ത് ഇത് ചെയ്യും, നേരെ കയറി അടിച്ചാൽ ആൾ മാറും. ഓക്കെ, ഒന്നുകൂടെ ഇത് നമ്മൾ ചെയ്ത് കാലിൻ്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. നേരെ അടിക്കുമ്പോൾ കാല് ഈ ആയതിന് മാറും. ക്ലിയർ? അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേറെ ഗുണം ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ, ഒന്ന് സൈഡ് ഉണ്ടാവും, മനസ്സിലാക്കി, രണ്ട് ഉണ്ടാവും, ഇത് മൂന്ന്. ക്ലിയർ? നേരെ പുറകിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് എത്രയും വേഗത്തിൽ ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് ഗുണപ്രദം. ഇനിയുള്ളത് എന്താണെന്നുള്ളത് നേരിട്ട് കാണിച്ചിട്ട് നോക്കുക. നമ്മൾ വാരിക്കിട്ടുള്ള അടികൾ, തല, കൊട, ഈ അടികളൊക്കെ വരുന്നതിന് മുന്നായിട്ട് ഈ ഒരു പ്രാക്ടീസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാവും. ശരിയല്ലേ? ഇനിയുള്ളത് വേറൊരു ട്രിക്കാണ്, നോക്കുക. ഇത് മറ്റൊരു തരത്തിലുള്ള ട്രെയിനിങ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ ചില സമയത്ത് അടി നമുക്ക് തട്ടായാൽ കിട്ടാതെ വരും. ആ സമയത്ത് നമ്മുടെ കാലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർത്തുന്ന ഒരു മെത്തേഡാണ്. ഒപ്പം ഒഴിവിൻ്റെ തന്ത്രങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ഇത് വേഗത്തിലാക്കിയതിന് ശേഷം അടുത്ത മൂവ്മെൻറ്റ് നിങ്ങൾ നോക്കുക. ഇത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ തട്ടി വലിക്കുക എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. തട്ടി വലിക്കുക, അതിനെക്കുറിച്ച് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ചെയ്തില്ലേ, തട്ടി വലിച്ച് ചെയ്തത്. ആ തട്ടി വലിച്ച് ചെയ്ത അതേ മെത്തേഡ് വേണം നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ. എന്നാലേ ആ വലിവിന് വേഗത കൂടുകയുള്ളൂ, ആയം കൂടുകയുള്ളൂ. കാണിച്ചു തരാം കേട്ടോ. കളരികളിൽ ഇത് സാധാരണഗതിയിൽ നേരിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണിത്.
അപ്പോൾ അടിച്ചിട്ട് വലിക്കേണ്ട വിധവും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് കിട്ടും. ഇനിയും അതിൽ നിന്ന് അടുത്തൊരു അഡ്വാൻസ് വെർഷനിലേക്ക് നമ്മൾ പോകുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ ഏത് പയറ്റ് പഠിക്കുന്നതിന് മുന്നേയും ഏത് ആയുധം എടുക്കുന്നതിന് മുന്നേയും ആയുധത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ്, ചുവടിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ്, നോട്ടം, വേഗത, വെയിറ്റ്, ഇതെല്ലാം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറച്ചേറെ ടെക്നിക്കലായിട്ടുള്ള സൈഡുകൾ നമ്മൾ ചേർത്തിട്ടാണ് ശരിക്കും ഇത് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ പഠിക്കുന്ന ആൾക്ക് ഗുണമുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.